മന്ത്രിയുടെ വാക്കിനും വില കൽപ്പിച്ചില്ല. ആർളഫാം ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം കൈമാറാതെ ഉദ്യോഗസ്ഥർ. ആർളഫാം ആദിവാസി പുനരധിവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി നിർമ്മിച്ച കെട്ടിടമാണ് സ്കൂളിന് കൈമാറാതെ അനാസ്ഥ കാണിക്കുന്നത്. കെട്ടിടത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിട്ട് 2 വർഷത്തിലധികമായി. തിരുവനന്തപുരത്ത് നടന്ന ഉന്നതതല യോഗത്തിൽ കെട്ടിടം വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറാൻ തീരുമാനിക്കുകയും ഇത് ഏറ്റെടുക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പിനെ ചുമതലപ്പെടുത്തിയെന്നും യോഗ തീരുമാനത്തിന്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയെങ്കിലും നടപ്പിലാക്കാൻ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ നിരവധി വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വരികയും PTA ഉൾപ്പെടെയുള്ള സംവിധാനം നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കെ 2024 നവംബർ അവസാന വാരം സ്കൂൾ സന്ദർശിച്ച പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മുൻപാകെ സ്കൂൾ കെട്ടിടത്തിന്റെ താക്കോൽ ഡിസംബർ 31-നുള്ളിൽ കൈമാറണമെന്ന് നിർദ്ദേശിക്കുകയും വിദ്യാഭ്യാസ വകുപ്പിനോട് ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി വന്നിട്ടും ഇതുവരെയായി കെട്ടിടം കൈമാറാനോ അത് ഏറ്റെടുക്കുവാനോ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായില്ല. മന്ത്രിയുടെ വാക്കിന് പോലും പുല്ലുവില കൽപ്പിച്ച് മുന്നോട്ടു പോവുകയാണ് ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ. കോടികൾ മുടക്കി നബാർഡ് പദ്ധതിയിൽ പ്രവൃത്തി പൂർത്തീകരിച്ച കെട്ടിടം ഇന്ന് അനാഥമായി കിടക്കുന്നു. ആർളഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഇന്ന് പ്രവർത്തിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിനായി ഉപയോഗിക്കുന്ന ക്ലാസ് മുറികളിലാണ്. ഇവിടെ ലാബ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുന്നില്ല. പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസുകൾ മാറിയാൽ അവിടെ എല്ലാ സൗകര്യവും ഒരുക്കുന്നതിനുള്ള സംവിധാനം ഉറപ്പാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർക്കുള്ള സ്റ്റാഫ് റൂമുകളും ഇവിടെ സജ്ജീകരിക്കാൻ കഴിയും. പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടും കെട്ടിടം ഏറ്റെടുക്കുവാനും കൈമാറുവാനും ആരാണ് തടസ്സമെന്നാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ചോദിക്കുന്നത്. കൈമാറണമെന്ന മുഖ്യമന്ത്രിയുടെ ഉന്നതതല യോഗത്തിലും ഒടുവിൽ പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി നേരിട്ടെത്തിയും രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും എവിടെയാണ് നിയമ തടസ്സം നിലനിൽക്കുന്നത്, എവിടെയാണ് നിയമം തടസ്സം നിൽക്കുന്നത് എന്ന് ഇവർ ചോദിക്കുന്നു. ഇനിയെങ്കിലും ഉന്നതതല യോഗത്തിന്റെ തീരുമാനപ്രകാരം മന്ത്രിയുടെ വാക്കിന് വില നൽകിയും എത്രയും വേഗം ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി നിർമ്മിച്ച കെട്ടിടം ഏറ്റെടുത്ത് അവിടെ ക്ലാസുകൾ ആരംഭിച്ച് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താനുള്ള നടപടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗമായി ഈ കെട്ടിടം തുറന്നു കൊടുക്കാതെ ഇവിടുത്തെ വിദ്യാലയം വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഇതാരാണോ അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കിയത്, അപ്പം എത്രയും വേഗം തന്നെ ഈ ഹയർ സെക്കൻഡറി തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു നിലയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അതേ തുടർന്ന് മന്ത്രിയൊക്കെ വന്ന് ഉറപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. പിന്നെ എന്താണ് അത് സംഭവിച്ചത് നമുക്ക് കൃത്യമായി അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനാരാണ് ഉത്തരവാദിത്വം? ആ ഒരു നിലപാടിലേക്ക് മുന്നോട്ട് പോയി ഇതിൻ്റെ ഉള്ളിലെ പുനരധിവാസപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടാനും കൊടുക്കാനും വേണ്ടിയാണ് ഒരുപാട് കെട്ടിടങ്ങൾ നമ്മളിവിടെ നിർമ്മിച്ചത്. അതുപോലെ ഹോസ്റ്റലുകളും, അതുപോലെ ഹയർ സെക്കൻഡറി എല്ലാം രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥിരമായി ഒരു താൽക്കാലിക അധ്യാപകർ ഉള്ളൂ, അല്ലാതെ പെർമനൻ്റായിട്ട് ഒരു അധ്യാപകർ ഇവിടെ നിലവിലില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു അധ്യാപകർ ഇല്ലാത്തൊരു ഗുണം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതില്ലാത്ത രീതിയിലാണ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമുക്ക് മാറുന്നത്. ആർളഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി പണി കഴിപ്പിച്ച കെട്ടിടമാണ്. പണി പൂർത്തിയായിട്ട് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഉന്നതാധികാര യോഗത്തിൽ ഈ കെട്ടിടം വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറാനും അത് ഏറ്റെടുക്കാനും എല്ലാം മിനിറ്റ്സിൽ തീരുമാനമായതാണ്. ഒടുവിൽ പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഈ മേഖല സന്ദർശിച്ചപ്പോൾ ഈ ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ വെച്ചിട്ടും കഴിഞ്ഞ ഡിസംബർ 31-നുള്ളിൽ ഈ കെട്ടിടം കൈമാറാനും അവിടെ ക്ലാസുകൾ ആരംഭിക്കാനുള്ള നടപടികൾ തീരുമാനിക്കുകയും നിർദ്ദേശം നൽകിയതുമാണ്. എന്നാൽ ആ വാക്കിനും തീരുമാനത്തിനുമെല്ലാം പുല്ലുവില കൽപ്പിച്ച് ഇപ്പോൾ ഡിസംബറും കഴിഞ്ഞ് ജനുവരിയും കഴിഞ്ഞ് ഫെബ്രുവരി എത്തി നിൽക്കുമ്പോഴും ഈ കെട്ടിടം കൈമാറാനോ അത് ഏറ്റെടുക്കാനോ ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിച്ചിട്ടില്ല. ഇത് ഈ മേഖലയിലെ വിദ്യാർത്ഥികളുടെ സുഗമമായ പഠനത്തിന് തടസ്സം നിൽക്കുകയാണ്. 75% പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആ വിദ്യാർത്ഥികളുടെ പഠനം നല്ല നിലയിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, അവർക്ക് നല്ല സൗകര്യത്തോടു കൂടി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നബാർഡ് പദ്ധതിയിൽ ഈ കെട്ടിടം ഇവിടെ നിർമ്മിച്ചത്. ഈ തടസ്സം മാറ്റി എത്രയും പെട്ടെന്ന് ഈ കെട്ടിടം വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്ത് അവർക്ക് കൈമാറി, ആരാണോ കൈമാറേണ്ടത് അവർ കൈമാറി ഈ പുതിയ കെട്ടിടത്തിലേക്ക്
ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ +1, +2 ക്ലാസ്സുകൾ ഈ കെട്ടിടത്തിലേക്ക് മാറ്റി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താനും അവർ സൗകര്യത്തോടുകൂടി പഠിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ആർല ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഉണ്ണിയായി ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? നിങ്ങളിങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനാവ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത് ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കും അറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.